മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലേക്ക് കൂടി പ്രവേശിക്കുവാനായിട്ടുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കായിട്ട് രുചികരമായിട്ടുള്ള ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മുടെ യോഗ്യതയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ മഹത്വവുമല്ല ദൈവം നമുക്കിന്ന് ഒരുക്കിയ ഈ വിരുന്നിന് അടിസ്ഥാനം, മറിച്ച് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. നമ്മോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ വലിയ സ്നേഹത്തെ ഓർത്ത്, ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും നമുക്ക് അർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ നമുക്ക് ഓർക്കാം. തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, തങ്ങളുടെ മതത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നിസ്സഹായരായ നിഷ്കളങ്കരായ ഒത്തിരി ആളുകൾ ഈ ലോകത്തിലുണ്ട്. രാഷ്ട്രീയ അധികാരികളിൽ നിന്നും പീഡനം ഏൽക്കേണ്ടി വരുന്നു, മറ്റു മതസ്ഥരിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വരുന്നു. അവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനുമുള്ള ശക്തിയും ധൈര്യവും അവർക്കെല്ലാവർക്കും നൽകണമേ എന്ന് നമുക്ക് അവരെ സമർപ്പിച്ച് പ്രത്യേകം ഈ ദിവസം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ പ്രത്യേകമായ വിധത്തിൽ ഒരുക്കാം. നമുക്ക് ഓരോരുത്തർക്കും യോജിച്ച, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള വചനം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് നമ്മെ ഓരോരുത്തരെയും ഒരുക്കാം. ആത്മീയ അഭിഷേകം, ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് വചനം കേൾക്കുവാനും ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. ആത്മാവിൻ്റെ നിറവിനായിട്ട്, അഭിഷേകത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. പ്രിയപ്പെട്ടവരെ, 1296 ആരംഭിച്ച് 1436 പണി പൂർത്തീകരിച്ച അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഇറ്റലിയിലെ ഫ്ലോറൻസിലെ സാന്താ മരിയ കത്തീഡ്രൽ. ഈ ദേവാലയത്തിൽ മുൻഭാഗത്തായിട്ട് 12 വലിയ പ്രവാചകന്മാരുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ചേർക്കുന്നതിനായിട്ട് ദാവീദിൻ്റെ ഒരു വലിയ പ്രതിമ കൂടി പണിയുവാനായിട്ട് അവർ ആരംഭിച്ചു. അതിനായിട്ട് അവർ തിരഞ്ഞെടുത്ത കല്ലിന് 19 അടി നീളവും 20 ടൺ ഭാരവും ഉണ്ടായിരുന്നു. ഈ പ്രതിമ പണിയുന്നതിനായിട്ട് അവർ പല ശില്പികളെയും സമീപിച്ചു. ആദ്യമായിട്ട് ഈ പ്രതിമയുടെ പണി ഏറ്റെടുത്തത് അഗസ്തീനോ ഡി സൂച്ചി എന്ന ഒരു ഇറ്റാലിയൻ ശില്പിയായിരുന്നു. പക്ഷേ അദ്ദേഹം അനേക വർഷങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും അത് പൂർത്തിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. വീണ്ടും അവർ ശില്പികളെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ വേറൊരാളെ അവർക്ക് കണ്ടുകിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് അന്റോണിയോ റൊസാലിയോ എന്നായിരുന്നു. അദ്ദേഹവും കുറച്ചു നാൾ ഈ പ്രതിമ നിർമ്മിക്കുന്നതിനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത കല്ല് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും അത് ഉപേക്ഷിച്ചു. വർഷങ്ങൾ പിന്നീട് അനേകം കഴിഞ്ഞു. 1501 വീണ്ടും അവർ ഈ പ്രതിമ പണിയുന്നതിനുള്ള ആളുകളെ അന്വേഷിച്ചു. അപ്പോൾ അവർ ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനായിക്കൊണ്ടിരുന്ന മൈക്കിൾ ആഞ്ചലോയെ കുറിച്ച് കേൾക്കാനായിട്ടിടയായി. 26 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹത്തെ അവർ ഈ പണി ഏൽപ്പിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ അത് പണി ഏറ്റെടുത്തു. 1504 അദ്ദേഹം 4 വർഷം കൊണ്ട് ഈ പ്രതിമയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഈ അതിമനോഹരമായ പ്രതിമ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹം തന്നെ ഈ പ്രതിമയോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്, ദാവീദ് സംസാരിക്കൂ എന്ന്. അത്രയ്ക്ക് ജീവൻ തുളുമ്പുന്ന ഒരു പ്രതിമയായിരുന്നു ഈ പ്രതിമ. ഇദ്ദേഹം ഉണ്ടാക്കിയ പ്രതിമയ്ക്ക് 17 അടി ഉയരവും 6 ടൺ ഭാരവും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് ശില്പികളെല്ലാം ഈ പ്രതിമ ഉണ്ടാക്കാനായിട്ട് അവരെ ഏൽപ്പിച്ച കല്ലിനെ സമീപിച്ചപ്പോൾ അതിൻ്റെ ന്യൂനതകളെക്കുറിച്ചാണ് അവർ കണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനതകളെക്കുറിച്ചാണ് അവർ ശ്രദ്ധിച്ചത്. എന്നാൽ മൈക്കിൾ ആഞ്ചലോയ്ക്ക് ഈ കല്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ കല്ലിൽ നിന്നും അതിമനോഹരമായ ദാവീദിൻ്റെ പ്രതിമ കുത്തിയെടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും നമുക്കും പല സാധ്യതകളും നമ്മുടെ മുൻപിൽ ലഭിക്കുമ്പോൾ പലതും അതിൻ്റെ ന്യൂനതകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് സാധ്യതകളെ കണ്ടറിഞ്ഞ് അതിനെ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
ഈ പ്രതിമാ നിർമ്മാണത്തിന് ഈ മൈക്കിൾ ആഞ്ചലോയെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ ആത്മവിശ്വാസമായിരുന്നു. മറ്റുള്ളവരൊക്കെ ഇട്ടിട്ട് പോയപ്പോഴും തനിക്ക് ഈ കല്ലിൽ നിന്നും മനോഹരമായ പ്രതിമ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ഈ മൈക്കിൾ ആഞ്ചലോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുവാനും പൂർത്തിയാക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാധിച്ചത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കഠിനാധ്വാനം എന്നുള്ള ഒരു വലിയ ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായി. തൻ്റെ കല്ലുള്ളിയും അതുപോലെ തന്നെ ചുറ്റികയും കൊണ്ട് 4 വർഷം നിരന്തരമായി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രതിമ സൃഷ്ടിച്ചെടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം ഒരു മടിയനായിരുന്നു എങ്കിൽ, കഠിനാധ്വാനി അല്ലായിരുന്നു എങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് മറ്റുള്ളവരെ പോലെ അദ്ദേഹത്തിനും സാധിക്കാതെ പോകുമായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിലുള്ള ആശ്രയമാണ്. അദ്ദേഹം ഒരു ശില്പി മാത്രമായിരുന്നില്ല, വലിയ ഒരു ചിത്രകാരനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കവിയും കൂടിയായിരുന്നു. 200ഓളം ചെറിയ കവിതകൾ അദ്ദേഹം എഴുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കവിതകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും അതുപോലെ തന്നെ ദൈവത്തോട് വളരെ നന്ദിയുമുള്ള ഒരാളായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും അസാധ്യമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ അവയൊക്കെ സാധ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ബ്രിട്ടീഷ് ഗ്രന്ഥകാരനായ C.S. ലൂയിസ് ഒരിക്കൽ പറഞ്ഞു, നാം പിന്നിട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാധിക്കാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചും വേദനിച്ചും സങ്കടപ്പെട്ടുമൊക്കെ നമ്മുടെ ജീവിതം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു പോയി, എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന ആ ബോധ്യത്തോടു കൂടി നമുക്ക് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധിക്കും. അതിന് ഉറച്ച ആത്മവിശ്വാസവും കഠിനാധ്വാനവും അതിനെല്ലാം ഉപരിയായിട്ട് ദൈവത്തിലുള്ള ആശ്രയവും നമ്മുടെ ജീവിതത്തിൽ വേണമെന്നാണ് ഈ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സാധ്യതകളെ കഠിനാധ്വാനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും നേടിയെടുക്കുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ദൈവത്തിൻ്റെ ആശീർവാദം ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈ ദിവസത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് ഈ ദിവസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥര് നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മരിയൻ കൂടാരങ്ങളിലിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പ്രഘോഷിക്കപ്പെടുന്ന സാഹചര്യം സംജാതമാകുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം.
ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ പകുത്തുവെക്കാനിനി ഒന്നുമില്ല, പങ്കിട്ടു നൽകുവാനൊന്നുമില്ല. അവസാന തുള്ളി രക്തവും ചിന്തി നീ, അവസാന തുള്ളി രക്തവും ചിന്തി നീ എൻ പാപശിക്ഷകൾ ഏറ്റെടുത്തു. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ജീവിതത്തിൻ ആത്മരക്ഷ. തുറന്നു വയ്ക്കും എൻ്റെ ഹൃദയമിതും, അങ്ങേക്കു വാഴുവാൻ യോഗ്യമല്ല. മമ ശ്വാസം പോലും നിർമ്മലമായിടും, മമ ശ്വാസം പോലും നിർമ്മലമായിടും. തിരുമാംസരക്തമൊന്ന് രുചിച്ചിടുകിൽ. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ആത്മഭോജ്യം ജീവനുമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾക്ക് നമ്മുടെ ശിരസ്സുകൾ നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴികളിൽ തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ പേരിലും എൻ്റെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടും നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.